അങ്ങനെ ഇന്ന് നമ്മുടെ തിരൂർ പെരുന്നാളിൻ്റെ മൂന്നാമത്തെ ദിവസമാട്ടോ. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസത്തെ പെരുന്നാളിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 9 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. രാത്രി ഇറങ്ങുമ്പോൾ വഴിയിൽ തന്നെ അമ്പ് പ്രദക്ഷിണം പോകുന്നുണ്ടായിരുന്നു. അവിടുന്ന് ആ ചേട്ടന്മാരനെയൊക്കെ കൈ കെട്ടി കാണിക്കലായിരുന്നു ചെറുതിൻ്റെ പണി. അങ്ങനെ ഞങ്ങൾ ഒരുവിധം വണ്ടി എവിടേക്കോ, ഇന്നലെ അധികം പാർക്കിംഗ് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്ന് പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളായിരുന്നു. ഇന്ന് ഓൾറെഡി തിരക്കും കൂടുതലാണ്. ഈ മുകളിൽ പറക്കണ സാധനം കണ്ടിട്ട് അത് കളിപ്പാട്ടാന്ന് വിചാരിച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ വാശിയായിരുന്നു. ഒരു വിധത്തിലാണ് ആ കരച്ചിൽ നിർത്തിയത്. ഈ പൊട്ടണ സാധനം ഇതും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ആ സാധനം അവിടെ പൊട്ടും, അവിടെ പോയി നിന്നാൽ ഈ സാധനം പൊട്ടൂല. ലാസ്റ്റ് ഒരുവിധം അവർ പേപ്പർ പൊട്ടിക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയിട്ട് അവിടെ പോയി നിന്ന് തലയിൽ വന്ന് വീഴുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ ഒരുവിധം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കാർണിവലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് 10:30 അമ്പൊക്കെ ഉള്ളിൽ കയറണമായിരുന്നു. ഇന്നലെ കയറാൻ പറ്റാത്തതിൽ ഇന്ന് കയറി. പക്ഷെ ഒരു റൈഡിലും കയറിയില്ല എന്നുള്ളതാണ് രസം. ഇതൊക്കെ ഉണ്ണോൾക്കും പേടിയാ, ചേട്ടനും പേടിയാ. അപ്പം പിന്നെ ഞാനും കയറാൻ നിന്നില്ല. ലാസ്റ്റ് ഉണ്ണോളേനെ ഒരു എന്തുകൊണ്ട് ഈ കാറൊക്കെ ഇല്ലേ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി കളിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒടുക്കത്തെ റേറ്റ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പാർക്കിൽ പോയിട്ട് ഫ്രീ ചെയ്ത് വട്ടം ചുറ്റി കറക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പിള്ളേർ ചാടി കളിക്കണ ഏറ്റിട്ട് കണ്ട് അതിൽ കയറ്റാമെന്ന് വിചാരിച്ച് പറയണേ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പം ഞങ്ങൾ വെറുതെ കാർണിവൽ വെറുതെ കണ്ടു പോന്നു. ഇതായിട്ട് മരണക്കിണർ, പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. ഇതിൽ കയറാൻ കുറേ പിള്ളേർ ചാടി കളിക്കണം, പക്ഷെ ഇവന്മാർക്ക് പേടിയ കാരണം ഞങ്ങൾ അതിൽ നിന്ന് ലാസ്റ്റ് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോന്നു. ഉണ്ണോള് ചൊക്കെ പറഞ്ഞ് ഞാനും തിന്നു, ചേട്ടൻ വാങ്ങിച്ച മാംഗോ ബാർ അവരും തിന്നു, അവർക്ക് മാംഗോ ബാർ മതി എന്ന് പറഞ്ഞിട്ട്.